വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ഒരുപാട് കാൻഡിഡേറ്റ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് PSCയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുള്ള HSST കൊമേഴ്സ്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ദെൻ സിലബസ് എങ്ങനെയായിരിക്കും, എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. നമ്മുടെ സ്ഥാപനം PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഇതിനേക്കാൾ മുമ്പ് ഉണ്ടായിരുന്ന PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടന്റ് ആവട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് ആവട്ടെ, എല്ലാത്തിനും നമുക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാനും നല്ല റിസൾട്ട് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. സോ HSST കൊമേഴ്സിന്റെ ആണെങ്കിൽ നമ്മൾ കോച്ചിങ് ആരംഭിക്കുന്നത് സിലബസ് വന്നതിന് ശേഷം മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സിലബസ് വന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അതിന്റെ മാറ്ററും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതാണ് കാറ്റഗറി നമ്പർ 127/2024. ഗസറ്റ് ഡേറ്റ് 15/6/2024 ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 17-ാം തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. സോ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഓൺലി ത്രൂ വൺ ടൈം രജിസ്ട്രേഷൻ സ്കീം. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ്. Then scale of pay 45,600 to 95,600. Number of vacancies, anticipated vacancies എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. The ranked list of selected candidates published by Commission in response to this notification shall remain in force minimum period of 1 year. അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 20 to 40. ദെൻ മറ്റ് ഏജ് റിലാക്സേഷൻ്റെ കേസസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ആസ് യൂഷ്വൽ എല്ലാത്തിനും ഉണ്ടാകുന്ന പോലെ തന്നെ. ദെൻ 1984 ആൻഡ് 2004 ഉള്ളിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ ആയിരിക്കണം. ദെൻ ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ. ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് എല്ലാത്തിനും കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. BEd എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ വേണം. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 50% ഫ്രം എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ എ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഈക്വലന്റ് thereto in the respective subject by a യൂണിവേഴ്സിറ്റി ഇൻ കേരള. അപ്പോൾ 50% മാർക്ക് വേണം എന്നുള്ളതാണ് മിനിമം. ദെൻ നമ്പർ 2 BEd ആണ്, പറയേണ്ട ആവശ്യമില്ല. BEd ആണ്, സ്കൂൾ ടീച്ചറാണ്, അപ്പോൾ അത് വേണം. ദെൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് BEd ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്ട്, BEd ഡിഗ്രി അക്വയർഡ് ഇൻ ദ കൺസേൺ ഫാക്കൾട്ടി as specified in the acts and statutes of any other university in Kerala. മിക്കതും BEd ഉള്ള ആൾക്കാരനെ കയറുള്ളൂ, അതല്ലാണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് സെറ്റാണ് അല്ലെങ്കിൽ നെറ്റ്. സെറ്റ് ഓർ നെറ്റാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് എന്താണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ, ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ കാര്യങ്ങൾ. ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സിലബസ് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സെൽഫ് സ്റ്റഡി മാത്രമാണ്. നിങ്ങളൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഇപ്പോൾ കോച്ചിങ് ഒക്കെ മിക്കതും എല്ലാവരും പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അല്ലേ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ദി പ്രോബ്ലം എന്ന് പറയുന്നത് പല സാഹചര്യത്തിലും
സിലബസിൽ വാരിയേഷൻ ഉണ്ടാവും. ഇപ്പം ഇതിനേക്കാൾ മുമ്പ് ഇപ്പം നടക്കാൻ പോകുന്ന ഈ 26-ാം തീയതിയാണ് നടക്കാൻ പോകുന്ന റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്ത് ചെയ്തു, ബാച്ച് ആരംഭിച്ചു. ഒരുപാട് കുട്ടികൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ സിലബസ് വന്നപ്പോൾ ഒരുപാട് ഏരിയസ് അതിലില്ല. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ അവരെടുത്ത് കളഞ്ഞു. പിന്നെ സിലബസ് വന്ന് ദെൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പലപ്പോഴും PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് സബ്ജക്ട് ബേസ്ഡ് എക്സാംസ് ഓൾറെഡി സിലബസ് വരുമ്പോൾ അവർ ഓൾറെഡി ഇങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ബാച്ച് ആരംഭിക്കും കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിലബസ് വരുന്നവരെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ സിലബസ് വരുമ്പോൾ ആ എടുത്തതിൽ കുറേ പോർഷൻ ഉണ്ടാവില്ല. ദെൻ നമ്മൾ സിലബസ് വന്നിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവരെ കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ സിലബസ് തന്നെയാണ് നമ്പർ 1. സിലബസ് വന്ന അതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സിലബസിൻ്റെ ബേസിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് അവർ ഇടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താം. ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യും. നിങ്ങൾ എവിടെയാണെങ്കിലും വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കി തന്നെയായിരിക്കും എല്ലാവരും പറയുന്നുണ്ടാവുക. ബട്ട് സിലബസ് വന്നതിന് ശേഷം മാത്രമേ കറക്റ്റായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ളത് അതുവരെ എന്തെങ്കിലും പഴയ ഡീറ്റെയിൽസ് വെച്ചിട്ട് റൺ ചെയ്യലായിരിക്കും. പുതിയ സിലബസ് വരുമ്പോൾ അതിൽ കുറേ ചേഞ്ചസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും വെറുതെ അതുവരെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താം. പ്രീവിയസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് സിലബസും കാര്യങ്ങളൊക്കെ വെച്ച് കോമൺ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ദെൻ സിലബസ് വന്ന് നിങ്ങൾ ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും സിലബസ് വന്നതിന് ശേഷം മാത്രമേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ വെറുതെ ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഓപ്പൺ ആക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ കൂടുമായിരിക്കും. അവിടെ വരുന്ന പ്രശ്നം എന്താ, നമ്മൾ കുറേ പോർഷൻസ് എടുത്ത് കഴിഞ്ഞിട്ട് സിലബസ് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്നിട്ട് ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പോൾ ചെയ്യുന്ന കാര്യം ക്ലിയർ കട്ടായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരൊറ്റ പരിപാടി. അപ്പോൾ സിലബസ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിനേക്കാൾ മുമ്പുള്ള അനുഭവങ്ങളുടെ ബേസിലാണ് നമ്മൾ പല വർഷങ്ങളായിട്ട് സിലബസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അതുവരെ നിങ്ങൾ സെൽഫ് സ്റ്റഡിയും മറ്റു കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് അഡ്വൈസ് നൽകാനുള്ളത്. അപ്പം ദെൻ സിലബസ് വന്ന് നമുക്ക് ആ പ്രിപ്പറേഷൻസിന് അത്യാവശ്യം ടൈം എന്തായാലും തരാറുണ്ട്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. നിങ്ങൾ പ്രീവിയസ് സിലബസിൻ്റെ ബേസിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിലബസ് വന്ന് നമ്മൾ ഓൺലൈനായിട്ട് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് എന്ത് അപ്ഡേഷനും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.